യുപിയിലെ ഖുഷി നഗറിൽ ജനിച്ച പെൺകുഞ്ഞുങ്ങൾക്കാണ് ഭാരത സേനയോടുള്ള ആദര സൂചകമായി സിന്ദൂർ എന്ന് പേരിട്ടത്. ഓപ്പറേഷൻ സിന്ദൂർ ജനങ്ങൾക്ക് എത്രത്തോളം ആത്മവിശ്വാസം പകർന്നു നൽകി എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ പെൺകുഞ്ഞുങ്ങൾ. ഭീകരർ നമ്മുടെ പെൺമക്കളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞു. എന്നാൽ നമ്മൾ അവരെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മായ്ച്ചു കളഞ്ഞാണ് തിരിച്ചടിച്ചത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ അത് വെറുമൊരു പേരല്ല, കോടിക്കണക്കിന് ഭാരതീയരുടെ വികാരത്തിന്റെ പ്രതിബിംബം. ഭാരതത്തിന്റെ പോരാട്ട ദിനങ്ങളിൽ ജനിച്ച കുഞ്ഞുങ്ങളെ സിന്ദൂർ എന്നല്ലാതെ മറ്റെന്ത് വിളിക്കാൻ? ഉത്തർപ്രദേശിലെ ഖുഷി നഗറിൽ 17 നവജാത ശിശുക്കൾക്ക് സിന്ദൂർ എന്നാണ് മാതാപിതാക്കൾ പേരിട്ടത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഭാരതം നൽകിയ കനത്ത പ്രഹരത്തിന്റെ ഓർമ്മകൾ നിലനിർത്താനാണ് പെൺകുരുന്നുകൾക്ക് സിന്ദൂർ എന്ന പേര് നൽകിയത്. भारत सरकार के द्वारा चलाया गया ऑपरेशन सिंदूर से प्रेरित होकर मैं अपने बच्ची का नाम सिंदूर रखा है। भारत और पाकिस्तान की लड़ाई होते हुए अपने भारत सरकार के द्वारा नाम सिंदूर रखा गया है, इसलिए अपनी बच्ची का नाम भी सिंदूर रखे हैं। ഉത്തർപ്രദേശിലെ ഖുഷി നഗർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെയ് 10, 11 തീയതികളിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്കാണ് ഭാരത സേനയോടുള്ള ആദര സൂചകമായി ഈ പേര് നൽകിയത് എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. के उपलक्ष्य में कुछ माओं ने अपनी बेटी का जो जन्म हुआ 7 से लेकर 12 तक के जो माए तो उन्हीं का नाम रखे, जिससे हम लोग जो भारत सरकार प्रेरित हो सके और उनको बल मिल सके. ദേശീയതയുടെയും ഐക്യത്തിന്റെയും ചിഹ്നമായി മാറുകയാണിപ്പോൾ സിന്ദൂരം. പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത് സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചവർ ഒരിക്കലും ഓർത്തില്ല നൂറുകണക്കിന് സിന്ദൂരങ്ങൾ ഭാരതത്തിൽ പിറവിയെടുക്കുമെന്ന്. ന്യൂസ് ഡെസ്ക്, ജനം.